ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് UGC നെറ്റ് എക്സാമുകാർക്ക് ജനറൽ പേപ്പറിലുള്ള ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എന്നുള്ള ക്വസ്റ്റ്യനുമായിട്ടാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലെ. നമുക്ക് 5 മാർക്ക് പെട്ടെന്ന് തന്നെ സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അത് നന്നായിട്ട് പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്താൽ നല്ല രീതിയിൽ നമുക്കത് സ്കോർ ചെയ്യാം. പെർസെന്റേജ് എന്നുള്ള ബേസിക്സ് മനസ്സിലാക്കിയിരിക്കുക. അതും കൂടെ മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ഒരു ടോപ്പിക് എളുപ്പമായിരിക്കും. അതിന്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം DIയിലെ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. The following table shows the number of persons who got affected by COVID-19 pandemic in 5 different cities A to E of India. Also presents the ratio of affected male to female in them. Based on the data in the table, answer the questions 1 to 5. ഈ ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുന്നേ ആദ്യം ഈ ടേബിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? സിറ്റി, ഇന്ത്യയിലുള്ള 5 സിറ്റി, A തൊട്ട് E വരെയുള്ള 5 സിറ്റിയിൽ COVID-19 അഫക്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ എണ്ണമാണ് ആദ്യത്തെ കോളത്തിൽ പറയുന്നത് അല്ലെ. A എന്ന് പറഞ്ഞ സിറ്റിയിൽ 64. 64ന്റെ ബ്രാക്കറ്റ് പറയുന്നുണ്ട് ഇൻ തൗസൻഡ്സ്, അതായത് 64,000, ഇത് 54,000, 16,000, 1000ലാണ് പറയുന്നത്, അത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം അതാണ് ഫസ്റ്റ് കോളത്തിൽ. പിന്നെ രണ്ടാമത്തെ കോളത്തിൽ പറഞ്ഞ എന്തൊക്കെയാണ്? ആ ആളുകളിൽ തന്നെ മെയിലിന്റെയും ഫീമെയിലിന്റെയും റേഷ്യോയാണ് തന്നേക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഈ ഒരു ടേബിളിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആവറേജ് നമ്പർ ഓഫ് ഫീമെയിൽസ് ഹു വെയർ അഫക്റ്റഡ് ബൈ COVID-19 ഇൻ ദ ഓൾ 5 സിറ്റീസ്. ഈ എല്ലാ 5 സിറ്റീസിലുമായിട്ട് എന്താണ് COVID-19 അഫക്ട് ചെയ്ത ഫീമെയിൽസിന്റെ എണ്ണമാണ് നമുക്ക് വേണ്ടത് അല്ലെ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് A എന്ന് പറഞ്ഞ സിറ്റിയിലെ ഫീമെയിൽ, മെയിൽ ഈസ്റ്റ് ഫീമെയിൽ 5:3 എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം മെയിൽസ് എന്ന് പറയുന്നത് 5 അല്ലെ, ഫീമെയിൽസ് എന്ന് പറയുന്നത് 3. നമുക്ക് ഒരു ഫ്രാക്ഷൻ ആയിട്ട് പറയുന്നത് എങ്ങനെയാണ്? മെയിൽസ് ചോദിച്ചാൽ 5/5 + 3 8 അല്ലെ. 5 മെയില് 3 ഫീമെയിൽ, മൊത്തത്തിൽ അപ്പൊ 8 പേരുണ്ട് അല്ലെ. 5/8 മെയില്. ഇനി ഫീമെയിൽ ആണെങ്കിലോ 3/8 അല്ലെ. 3/8 ഓഫ് വാട്ട്? ഇവിടുത്തെ 64. എയിൽ എന്ന് പറഞ്ഞാൽ 64,000 ആൾക്കാരുണ്ട്. അതിന്റെ 3/8 ഓഫ് 64,000 ഫീമെയിൽസ് ആണ്. ഇനി മെയിൽസ് ആണെങ്കിൽ 5/8 ഓഫ് 64,000 മെയിൽസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഓരോ സിറ്റി എടുക്കാം. സിറ്റി എയിലാണെങ്കിൽ എന്തുവരും? ഫീമെയിൽസ് എന്ന് പറഞ്ഞാൽ 3/8 ഓഫ് 64. 64 എന്ന് എഴുതിയാൽ മതി, കാരണം 64,000 അടുത്തതും പ്ലസ് അത് ആ ഒരു 1000 അങ്ങനെ എല്ലാം നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് അവസാനം ഇട്ടാൽ മതി, നീട്ടി എഴുതണം എന്നില്ല. 64 എന്നിട്ട് മനസ്സിൽ ആലോചിച്ചോണം, എല്ലാത്തിനും ആ ഒരു 1000 ഉണ്ട്. ഓക്കെ, ദെൻ എന്താ ഇവിടെ ഇനി എത്ര ഫീമെയിൽസ് എന്ന് പറയുന്നത്? ബിയില് 4/9. 4/9 ഓഫ് 54 പ്ലസ് ഇനി സിയിലാണെങ്കിൽ 1/4 ഓഫ് 16 പ്ലസ് ഇവിടെ ആണെങ്കിലോ 5/12 ഓഫ് 48 പ്ലസ് ഇവിടെ ആണെങ്കിൽ 1/3 ഓഫ് 27 അല്ലെ. ഇത്രയുമാണ്. അതിന്റെ കൂടെ എന്തുകൊണ്ട്? എല്ലാത്തിനും 1000 കൂടെ ഉണ്ട്, ഇൻറ്റു 1000 അല്ലെ. ഇവിടെ പ്ലസ് ചെയ്തേക്കോ, നമുക്ക് ആ 1000 കോമൺ എടുത്താൽ പോരായോ? ഓക്കെ, എല്ലാത്തിനെയും കൂടെ ആ 1000 എഴുതേണ്ട കാര്യമില്ല. ഇത്രയും നമ്മൾ ആഡ് ചെയ്തു നമ്മളോട് ചോദിക്കുന്ന ആവറേജ് ആണ്. എന്ത് ചെയ്യണം? ഇതിനെ എല്ലാം ഹോൾ ഡിവൈഡ് ബൈ 1 2 3 4 5 സിറ്റീസ് ആണുള്ളത്, ഹോൾ ഡിവൈഡ് ബൈ 5 ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാനിത് ഇതിലെല്ലാത്തിനെയും സം ചെയ്തിട്ട് ഡിവൈഡ് ബൈ 5 ചെയ്യണം. ഓക്കെ, കാൽക്കുലേഷൻ ചെയ്യാം. കട്ട് ചെയ്യാനുള്ളതെല്ലാം കട്ട് ചെയ്തിട്ട് തന്നെ ചെയ്യുക. ഓക്കെ, ഇപ്പൊ 8 × 8 ആണ് 64. സോ 24 പ്ലസ് 9 × 6 അല്ലെ, ദാറ്റ് ഈസ് വീണ്ടും 24. ദെൻ 4 ഇവിടെ 12 × 4 ആണ് അല്ലെ, ദാറ്റ് ഈസ് 5 × 4 20 പ്ലസ് ഇവിടെ കട്ട് ചെയ്താല് 9 അല്ലെ, 9 × 1000/5. ഓക്കെ ഓക്കെ, നമുക്ക് സോൾവ് ചെയ്യാം. 24 48 പ്ലസ് 29 തന്നെ ഒരു 4 കൂടെ അല്ലെ. ദെൻ 17 21 2 4 8 81 8100 ഡിവൈഡ് ബൈ 5. ഇത് ചെയ്യുന്നതായിരിക്കും ഫൈനൽ ആൻസർ. ഡിവൈഡ് ചെയ്തോളൂ. 815 അല്ലെ, 515 31 6 30 10 2 അല്ലെ. ദെൻ ബാക്കി 2 സീറോയും കൂടെ ഉണ്ട്. 16,200. ക്ലിയർ ആണോ? 16,200.
ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The number of male persons affected by COVID-19 in city B is 1% more or less than that of number of male persons from city A who were affected by COVID-19. എന്താ ചോദിക്കുന്നത്? പെർസെന്റേജ് മോർ ഓർ പെർസെന്റേജ് ലെസ് അല്ലെ? നമ്മൾ ഡി ഐ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത് ചോദ്യം ഇങ്ങനെയാണ്: എ ഈസ് വാട്ട് പെർസെന്റ് മോർ ഓർ ലെസ് ദാൻ ബി അല്ലെ? എ എന്ന് പറയുന്നത് ബി യേക്കാൾ എത്ര ശതമാനം കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ്? അങ്ങനെ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഇവിടെ രണ്ട് വേരിയബിൾ ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്. അത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മെയിൽ പേഴ്സൺസ് അഫക്റ്റഡ് ബൈ COVID-19 ഇൻ സിറ്റി ബി. അതാണ് എ, അത് ആദ്യം കണ്ടുപിടിക്കാം. ദെൻ ബി എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്പർ ഓഫ് മെയിൽ പേഴ്സൺസ് ഫ്രം സിറ്റി എ, അത് ബി. അത് രണ്ടും കണ്ടുപിടിക്കുക. എന്നിട്ട് അത് കൂടുതലാണോ കുറവാണോ നോക്കിയിട്ട് നമുക്ക് പെർസെന്റേജ് മോർ അല്ലെങ്കിൽ പെർസെന്റേജ് ലെസ് കാണാം. ക്ലിയർ അല്ലേ? ഓക്കെ, പെർസെന്റേജ് മോർ അല്ലെങ്കിൽ പെർസെന്റേജ് ലെസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ പെർസെന്റേജ് മോർ ആണെന്ന് വെച്ചാൽ രണ്ട് വാല്യൂസ് ഉണ്ട്, അവരുടെ ഡിഫറൻസ് എടുക്കുക. താഴെ എന്ത് എടുക്കണം? മോർ ആയതുകൊണ്ട് സ്മോളർ നമ്പർ ഇൻറ്റു 100 അല്ലെ? ഇനി പെർസെന്റേജ് ലെസ് ആണെങ്കിൽ എന്താ? ആ രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് കാണുക ബൈ ഏതാ? ലാർജർ നമ്പർ ഇൻറ്റു 100. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം ആ എയും ബിയും ആ രണ്ടെണ്ണം കണ്ടുപിടിക്കാം. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞത് നമ്പർ ഓഫ് മെയിൽ പേഴ്സൺസ് ഓഫ് സിറ്റി ബി. സിറ്റി ബിയിലെ മെയിൽ പേഴ്സൺസ് നോക്കിയേ, 5:4 ആണ്. സോ ടോട്ടൽ വന്നിട്ട് 9 ഉണ്ട്. മെയിൽ എത്ര ഉണ്ട്? 5/9 അല്ലെ? സോ 5/9 ഓഫ് എത്ര ഉണ്ട്? 54,000 അല്ലെ? 54,000 അത്രയും ആളുകളുണ്ട്. ഓക്കെ, സോൾവ് ചെയ്യാം. 6,000 5 into 6 30,000 ആണ് എ എന്ന് പറഞ്ഞ വേരിയബിൾ. ഓക്കെ, എ എന്ന് പറഞ്ഞ ആ ഒരു വാല്യൂ. ഓക്കെ, ദെൻ അടുത്ത ബി ഏതാ? നമ്പർ ഓഫ് മെയിൽസ് ഫ്രം സിറ്റി എ. സിറ്റി എയിലെ മെയിൽസിന്റെ എണ്ണം അല്ലെ? 5 ഉണ്ട് മെയിൽസ്, ദാറ്റ് ഈസ് ടോട്ടൽ വന്നിട്ട് 8 ഉണ്ട്. സോ 5/8 ഓഫ് 64,000. ബി എന്ന് പറയുന്നത് 5/8 ഓഫ് 64,000 ആണ് അല്ലെ? സോ കട്ട് ചെയ്യാം. ഇവിടെ 8, ദാറ്റ് ഈസ് 40,000 ആണല്ലോ. അപ്പൊ 30,000 40,000 എന്ന് കിട്ടി. ചോദ്യം ഇങ്ങനെയാണ്: ഈ 30,000 എന്ന് പറയുന്നത് മോർ ആണോ ലെസ് ആണോ? നിങ്ങൾ നോക്കിയേ, ലെസ് ആണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പെർസെന്റേജ് ലെസ് ആണ്. എ ഈസ് ഹൗ മച്ച് പെർസെന്റ് ലെസ് ദാൻ ബി. ഇവിടെ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: പെർസെന്റ് മോർ ഓർ ലെസ് ആണെന്നാണ്. നമുക്കറിയാം 30,000 ഇതിനെക്കാട്ടി കുറവല്ലേ? സോ പെർസെന്റേജ് ലെസ് ആണ് കാണാനുള്ളത്. ഓക്കെ, പെർസെന്റേജ് ലെസ് കാണുക. ഓക്കെ, എന്താ ഡിഫറൻസ്? 10,000 അല്ലെ? 10,000 ബൈ പെർസെന്റേജ് ലെസ് എന്ന് പറയുമ്പോൾ ലാർജർ നമ്പർ എഴുതുക. ലാർജർ നമ്പർ ഏതാണ്? 40,000 ഇൻറ്റു 100. നിങ്ങൾ ഈ 0 എഴുതിയില്ലെങ്കിലും നിങ്ങൾക്ക് ആ 30 40 എന്ന് വെച്ചിട്ട് ചെയ്താൽ, കാരണം രണ്ടിടത്തും ഒരേപോലെ 1000 ആണ്. നമ്മൾ ഇനിയും ചെന്നിട്ട് അത് റേഷ്യോ പോലെ അല്ലെങ്കിൽ പെർസെന്റേജ് കാണുക എന്നുണ്ടെങ്കിൽ റേഷ്യോ പോലെ എടുക്കത്തില്ലേ? അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയാൽ അവിടെ ആ 1000ന്റെ 0 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ 1000 കൂടെ എഴുതിയത്. ഓക്കെ, നമുക്കത് വെട്ടിക്കളഞ്ഞുകൂടായോ? ഓക്കെ, ദെൻ എന്ത് വരും? ഇവിടെ 100 ആണ്. സോ എന്ത് വരും? 4/25% ലെസ്. ചോദ്യത്തിൽ ലെസ് ആണോ മോർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ പറയണം. കാരണം എന്താണ്? ചില ക്വസ്റ്റനിൽ മോർ ഉണ്ട്, ചില ക്വസ്റ്റനിൽ ലെസ് വരുന്നുണ്ട് അല്ലെ? അപ്പൊ ഏതാണ് ആൻസർ? 25% ലെസ്. ഓപ്ഷൻ എ 25% ലെസ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സിറ്റി ഡി, ഇഫ് ഔട്ട് ഓഫ് ടോട്ടൽ അഫക്റ്റഡ് മെയിൽസ് 16 2/3% are in the age group of 21 to 25 years, 33 1/3% are in the age group of 26 to 30 years, and the rest are in the age group above 30 years. Then find the total number of males from city D who are affected by COVID-19 having age of 21 to 30. Clear ആണോ? അതായത് സിറ്റി ഡിയിലെ മെയിൽസ് അഫക്ട് ആയിട്ടുള്ള മെയിൽസിന്റെ എണ്ണത്തില് 16 2/3% 21 to 25 ഗ്രൂപ്പിലുള്ളവരാണ്. 33 1/3% എല്ലാം 26 to 30 ഗ്രൂപ്പിൽ വരുന്നവരാണ്. ബാക്കി എല്ലാവരും എബോവ് 30 ആണ്. ഇനി ചോദ്യം 21 to 30 ഏജ് ഗ്രൂപ്പിലുള്ളവർ എത്ര പേരാണെന്ന് അല്ലെ? നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം എന്താണ് മെയിൽസ്. സിറ്റി ഡിയിലെ മെയിൽസിന്റെ എണ്ണം നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. എത്ര ഉണ്ട് മെയിൽസ്? 7 ഉണ്ട് അല്ലെ? ടോട്ടൽ വന്നിട്ട് 12. 7 മെയിൽസും 5 ഫീമെയിൽസും. ടോട്ടൽ 7 + 5 12. അപ്പൊ മെയിൽസ് എത്ര ഉണ്ടെന്ന് പറയാം? 7/12 ഓഫ് ഡിയിൽ എത്ര ഉണ്ട്? 48,000 അല്ലെ? 48,000 ആൾക്കാരുണ്ട്. ക്ലിയർ അല്ലേ? സോ കട്ട് ചെയ്താല് ഇവിടെ 4 വരും.
28,000 മെയിൽസ് ഉണ്ട് എവിടാ? സിറ്റി ഡിയില്. അതിലെ 21 to 30 ഏജ് ഗ്രൂപ്പിൽ വരുന്നവര് അല്ലെങ്കിൽ 21 to 30 ഏജ് ഗ്രൂപ്പിൽ വരുന്നവര് എത്ര പേര് അഫക്ട് ചെയ്തു എന്നാ ചോദിച്ചു അല്ലെ. നമുക്കറിയാം 21 to 25 16 2/3% ഉണ്ട്. ഇനി 26 to 30 33 1/3% ഉണ്ടല്ലേ. 33 1/3%. സെപ്പറേറ്റ് കാണണോ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത പെർസെന്റേജ് ഓഫ് 28,000 അത്രയും അല്ലേ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് കാണാം. എന്താ? 16 2/3% ഓഫ് 28,000 പ്ലസ് ഇങ്ങനെയും കാണാം 16 2/3% ഓഫ് 28,000 അല്ലെ. ഇത്രയുമാണ് 21 to 25 ഉള്ളത്. പ്ലസ് 33 1/3% ഓഫ് 28,000 ആണ് ഏത് ഗ്രൂപ്പില്? 26 to 30 ഗ്രൂപ്പിൽ അല്ലെ. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്ത് ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അത് ചെയ്യാൻ വേണ്ടിട്ട് നോക്കി 28,000 നമ്മൾ കോമൺ എടുത്താൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 16 2/3% പ്ലസ് 33 1/3% അല്ലെ. നമുക്ക് ആദ്യത്തിനെ വേണമെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. നോക്കിയേ 16 to 3 മിക്സഡ് ഫ്രാക്ഷനെ ഒന്ന് മാറ്റിയേ. 16 into 3 48 48 plus 2 50/3% പ്ലസ് 33 1/3 മാറ്റിയേ. 30 ഇതൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും. 5 1/2 എന്ന് പറഞ്ഞാൽ 5 into 2 plus 1/2 അല്ലെ. അതേപോലെ 33 into 3 99 99 plus 1 100 100/3%. ഇനി ഇതൊന്ന് കമ്പൈൻ ചെയ്തേ. പെർസെന്റേജ് കോമൺ അല്ലേ. 50 plus 100 150/3% എന്ന് പറഞ്ഞാൽ 150/3 എന്ന് പറഞ്ഞാൽ 50% അല്ലെ. അതായത് 28,000ന്റെ 58% കണ്ടാൽ മതി. ഇവിടെ എല്ലാം ഇതുണ്ട്. നമ്മുടെ 28,000 ഉണ്ട്. ഓക്കെ, that is 50% of 28,000 ആണ് ആൻസർ. ക്ലിയർ ആണോ? It is 50% of 28,000 എന്ന് പറഞ്ഞാൽ 50% എന്നാൽ 1/2 അല്ലെ. 50/100 1/2 28,000/2 എത്ര വരും? 14,000 ആൻസർ. ഓപ്ഷൻ ബി 14,000. ഓക്കെ, നിങ്ങൾക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇത് ഇങ്ങനെയും കണ്ട് ഇവിടെ അത് കാണാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്പൊ കാൽക്കുലേഷൻ കൂടും അല്ലെ. അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. A% of x പ്ലസ് B% of x എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? A plus B% of x ആണ് അല്ലെ. A% of x ഉം B% of x ആണെങ്കിൽ A plus B% of x. അതുപോലത്തെ അല്ലേ വന്നേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. കമ്പൈൻ ചെയ്ത് അത്രയും കുറച്ച് കാൽക്കുലേഷൻസ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? സോ 14,000 ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the difference between total number of males in city B, C and E together and total number of females in A, C, D together who are affected by COVID-19? അപ്പൊ നോക്കണം, ഇത് നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാല്യൂസ് നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പം നമ്മൾ ആ ഒരു പേപ്പറിൽ നിങ്ങൾ എഴുതുന്നത് നീറ്റായിട്ട് എഴുതുക. അത് പിന്നെ നോക്കിയാൽ ഒന്നുകൂടെ കാണാൻ പറ്റുന്നത് പോലെ. ഇപ്പൊ ഇവിടെ ACD നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് അത്രയും നോക്കി എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ മീൻസ് അത് കാണുന്നില്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ സമയം കുറയ്ക്കാൻ നമ്മൾ എഴുതുന്നത് നീറ്റായിട്ട് എഴുതുക. അത് പിന്നീട് ഏതെങ്കിലും ഒരു വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് തന്നെ വീണ്ടും എവിടെയെങ്കിലും ആവശ്യം വന്നാൽ അത് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഇവിടെ ഇപ്പൊ ചെയ്യാം. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ നമ്പർ ഓഫ് മെയിൽസ് ഇൻ BCE? BCEയിലെ മെയിൽസിന്റെ എണ്ണം നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ എന്ത് വരാം? ഇവിടെ വരുന്നത് 5/9 of 54 അല്ലെ. 5/9 of 54 പ്ലസ് ഇനി സിയിലെ ആണെങ്കിലോ 3/4 of 16. 3/4 of 16 പ്ലസ് ഇനി ഈയുടെ ആണെങ്കിൽ 2/3 of 27. 2/3 of 27. ഇതാണ് ഇവിടെ ഒരു 1000 കൂടെ ഉണ്ട് അല്ലെ. ഇൻറ്റു ഒരു 1000 കൂടെ ഉണ്ട്. ഓക്കെ, അത്രയുമാണ് ടോട്ടൽ നമ്പർ ഓഫ് മെയിൽസ്. ഓക്കെ, അത് നമുക്ക് സോൾവ് ചെയ്യാം. 6 30 12 80. ഓക്കെ, അപ്പൊ എത്ര വരും? ഇത് 18 plus 12 30 30 plus 30 60 അല്ലെ. 60,000 എന്ന് കിട്ടി. മെയിൽസ് ഓഫ് BCE നമുക്ക് 60,000 എന്ന് കിട്ടി. ഇനി അടുത്ത ഏതാണ് നമുക്ക് വേണ്ടത്? ഫീമെയിൽസ് ഓഫ് ACDയുടെ ഫീമെയിൽസിന്റെ എണ്ണം കണ്ടുപിടിക്കണം. ഓക്കെ, ഫീമെയിൽസ് എത്ര? ശ്രദ്ധിച്ചോണം, മെയിൽസിനെ റെപ്രസെന്റ് അത് തിരിഞ്ഞു പോകരുത്. അതൊക്കെ അബദ്ധം പറ്റാവുന്നതാണ്. നമ്മൾ എടുക്കുന്ന വാല്യൂ നമുക്കിപ്പോ 5/8 ഫീമെയിൽ സ്ഥാനത്ത് 5/8 എന്നിട്ട് അത് മെയിൽസിന്റെ അല്ലെ. അങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ നോക്കുക.
മെയിൽസ് 5, ഫീമെയിൽസ് 3. അപ്പൊ നമുക്ക് വേണ്ടത് 3/8 ആണ്. ഓക്കെ, 3/8 ഓഫ് 64 പ്ലസ് ഇനി സി യുടേത് എന്താണ് 1/4 ഓഫ് 16 പ്ലസ് ഡി യുടേത് 5/12 ഓഫ് 48 അല്ലെ, ഇത്രയും ഇൻറ്റു 1000 അത്രയും ഫീമെയിൽസ് ആണുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഇത് മൈനസ് ചെയ്യാനുണ്ട്. ഈ ഒരു 1000 എഴുതിയില്ലെങ്കിലും ഇഷ്യൂ ഒന്നും ഇല്ല. പിന്നെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ ആ 1000 ഒന്നും കൂടെ എഴുതുന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ സോൾവ് ചെയ്യാം. 24 4 20. ഓക്കെ, എന്തുവരും 24 28 പ്ലസ് 20 48 അല്ലെ, 48,000 എന്ന് വരും. ഏതായത് ഫീമെയിൽസ് ഓഫ് ACD, ഫീമെയിൽസ് ഓഫ് ACD ഇവരുടെ രണ്ടുപേരുടെയും ഡിഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത്. എത്രയാണ് 60,000 മൈനസ് 48,000. ക്ലിയർ അല്ലേ? ആൻസർ എന്ത് വരും 12,000. ഓപ്ഷൻ സി 12,000. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഈ റേഷ്യോ എടുക്കുമ്പോൾ അത് തെറ്റാതെ നോക്കി അത് എടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the ratio of number of females in city B and the number of females in city D who are affected by COVID-19? Okay, city B യിലെ ഫീമെയിൽസിന്റെ എണ്ണവും അതേപോലെ തന്നെ സിറ്റി ഡിയിലെ ഫീമെയിൽസിന്റെ എണ്ണവും തമ്മിലുള്ള റേഷ്യോ. ഓക്കെ, അപ്പൊ സിറ്റി ബിയിലെ ഫീമെയിൽസ് എന്നാൽ 4/9 ഓഫ് 15 അല്ലേ, 4/9 ഓഫ് 54,000 റേഷ്യോ ആണ് നമുക്ക് ഇവിടുന്ന് ചെയ്യാം. നമുക്ക് ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്തിട്ട് ചെയ്യാം. ഇനി എന്താ ഇനി അടുത്ത ഏതാ ബിയിലെ നമ്മൾ എഴുതി ഡിയിലെ എന്ന് പറഞ്ഞാല് ഫീമെയിൽസ് എത്ര 5/12 ഓഫ് 48,000. ഓക്കെ, അതിന്റെ റേഷ്യോ കാണാനാണ്. 0 കട്ട് ചെയ്തു, 6 കട്ട് ചെയ്തു, 4 അല്ലെ. ദെൻ ഇവിടെ ഈ 4 ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് 4 × 6/5 × 4 അല്ലെ. ഈ 4ഉം 4ഉം കട്ട് ചെയ്തു, ദാറ്റ് ഈസ് 6/5. റേഷ്യോ എന്ത് വരും 6:5. ഓപ്ഷൻ ഡി 6:5. ജസ്റ്റ് റേഷ്യോ ആണ്. ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആണ്. അപ്പം ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ റേഷ്യോ കാണുന്നുണ്ട്, ആവറേജ് കാണുന്നുണ്ട്. ആവറേജ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുക, എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പിന്നെന്താ അതേപോലെ ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് സബ്ട്രാക്ട് ചെയ്യുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് പെർസെന്റേജ് ലെസ് അല്ലെങ്കിൽ പെർസെന്റേജ് മോർ കാണുക എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഡൗട്ട് ഒന്നും ഉണ്ടാവരുത്. രണ്ട് വാല്യൂവിനെ നമ്മൾ ഇന്ന് ഇതിന് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഒരെണ്ണം അതുപോലെ ചെയ്തു അല്ലെ. രണ്ട് വാല്യൂ ഉണ്ടായിരിക്കും. ആ രണ്ട് വാല്യൂസ് പെർസെന്റേജ് ലെസ് അല്ലെങ്കിൽ പെർസെന്റേജ് മോർ ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഈ രണ്ടെണ്ണത്തിന്റെ ഡിഫറൻസ് എടുക്കുക. ഓക്കെ, പിന്നെ താഴെ എന്താ ലെസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ലാർജർ നമ്പർ ഇൻറ്റു 100. ഓക്കെ, ഇനി ഇവിടെ ആണെങ്കിൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ പെർസെന്റേജ് മോർ ആണ് ചോദിക്കുന്നതെങ്കിൽ സ്മോളർ നമ്പർ ഇൻറ്റു 100. ഓക്കെ, നമ്മളിത് കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ടാണ്. നോട്ട് ചെയ്ത് വെച്ചേക്കുക. DIയിൽ ഇത് അത്യാവശ്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് വേഗം ചെയ്യാനായിട്ട് പറ്റും. രണ്ട് വാല്യൂസ് കണ്ടുപിടിക്കുക. പെർസെന്റേജ് ലെസ് ആണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് എടുക്കുക, ബൈ ആ രണ്ട് നമ്പറിൽ ഏതാണോ വലിയ നമ്പർ അതേ ബൈ ചെയ്തിട്ട് ഇൻറ്റു 100. പെർസെന്റേജ് അല്ലേ? ഓക്കെ, പെർസെന്റേജ് മോർ ചോദിച്ചാൽ ഡിഫറൻസ് ബൈ സ്മോളർ നമ്പർ ഇൻറ്റു 100. മറക്കരുത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ കോമ്പറ്റിറ്റീവ് ക്രാക്ക് UGC നെറ്റിന്റെ 3 months ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡിസംബർ നെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ജനറൽ പേപ്പർ ഉണ്ട്, എക്കണോമിക്സ്, മാനേജ്മെന്റ്, ഇംഗ്ലീഷ്, കൊമേഴ്സ്, CSIR, ഫിസിക്സ്. ഈ ഒരു ടോപ്പിക്സ്, ഈ ഒരു കോഴ്സസിനെല്ലാം നമ്മൾ ക്രാഷ് കോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡിസംബർ എക്സാം നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് എഴുതാം. അപ്പോൾ നിങ്ങളുടെ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള കോഴ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. മോക്ക് ടെസ്റ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസും എല്ലാം ഉൾപ്പെടുന്ന കോഴ്സുകളാണ്. നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും എല്ലാം ഉണ്ട്. ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.